ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, ചെങ്കടലായാലും കവിഞ്ഞൊഴുകും യോർദാനായാലും, സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. സമുദ്രത്തിൽ പാതയൊരുക്കി എന്നെ നടത്തും എന്റെ ദൈവം. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ.
പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞിടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ, പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. പുതുവഴി തുറന്ന് എന്നെ നടത്തിയിടുന്ന എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. സർവസൃഷ്ടാവാം ദൈവം, സർവശക്തനാം ദൈവം, എന്റെ ദൈവം വലിയവൻ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്തും ആയുസ്സിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 74-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നും പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. നാം വായിച്ചതായ തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. വിശുദ്ധ പത്രോസ് ലീഹ തൻ്റെ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞതായ ചില വാക്കുകൾ നാം ഇപ്പോൾ വായിച്ച് കേൾക്കുകയായിരുന്നു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടന്നതായ പത്രോസ്, കർത്താവ് വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിന്നിരുന്നതായ ഒരു ദൈവദാസൻ, എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിന്നതായ ഒരു വ്യക്തി. പലപ്പോഴും തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവ് 12 ശിഷ്യന്മാരെ കൂടെ നടക്കുവാൻ തിരഞ്ഞെടുത്തതിൽ 3 പേരെ എപ്പോഴും ഏറ്റവും അടുത്ത് നിർത്തിയിരുന്നു. അതിലൊന്ന് പത്രോസ് ലീഹയായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ 3 പേരെയും എപ്പോഴും കർത്താവ് തന്നോട് ചേർത്ത് നിർത്തുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ചില സമയങ്ങളിൽ പത്രോസ് ലീഹായുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ശാസിക്കുന്നുണ്ട്. ഏറ്റവും ചേർത്ത് നിർത്തിയിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ശാസിക്കാറുണ്ട്, ശിക്ഷണം കൊടുക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ നാം വായിച്ച് കേട്ടത് വളരെ വേദനാജനകമായ ഒരു വാക്കാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി പത്രോസ് ലീഹ. ദൈവമക്കളെ, വളരെ ഭയാനകമായ ആത്മീയ ജീവിതത്തിലെ ഒരവസ്ഥയാണിത്. ആത്മീയ ജീവിതത്തിലെ വളരെ ഭയാനകമായ ഒരവസ്ഥയാണിത്. ഒരിക്കലും കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം കർത്താവ് ചെയ്തതായ എല്ലാ മഹാ അത്ഭുതങ്ങളുടെയും സാക്ഷിയായി പലപ്പോഴും പല അത്ഭുതങ്ങൾക്കും കർത്താവിനെ കൂടെ നിന്ന് അതിനുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ മുൻപിൽ നിന്നതായ ദൈവദാസൻ, എപ്പോഴും കർത്താവിനോട് ചേർന്ന് മുട്ടിയുരുമി നിന്നതായ ദൈവദാസൻ, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നതായ ആ ദൈവദാസൻ ഇപ്പോൾ കേവലം ഒരു സ്ത്രീയുടെ മുമ്പിൽ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പറയുകയാണ്, ഞാൻ യേശുവിനെ അറിയുകയില്ല. അങ്ങനെ പറയുക മാത്രമല്ല, പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഇപ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പ്രാക്കിൻ്റെ വാക്കുകളാണ്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ആണയിട്ട് പറയുകയാണ്. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നതായ ഒരനുഭവമാണിത്. എല്ലാവരുടെയും ജീവിതത്തിൽ വരണമെന്നില്ല. പക്ഷേ നാം സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓരോ പടി നാം മുമ്പോട്ട് പോകുമ്പോൾ, ഓരോ ദിവസവും നാം മുമ്പോട്ട് പോകുമ്പോൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു അപകടമാണ് യേശുവിനെ തള്ളിപ്പറയുക എന്ന് പറയുന്നത്. ഒരു സമയം വരെയും യേശുവിനോട് ചേർന്ന് അത്ഭുതങ്ങൾ കണ്ട് പല അത്ഭുതങ്ങളിലും പങ്കാളിയായി
യേശുവിനെക്കുറിച്ച് നല്ല ആത്മാർത്ഥമായ സ്നേഹത്തോടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥമായ ഒരു അഭിമാനത്തോടെയും കൂടി നടന്നതായ വ്യക്തിയാണ് പത്രോസ്. എല്ലാം പടകും വലയും എല്ലാം വിട്ട് വീടും വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് പത്രോസിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ ഒരിക്കലും അറിയുന്നില്ല എന്ന് തള്ളിപ്പറയുന്ന ഒരനുഭവം. എന്നെങ്കിലും ഈ 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ പത്രോസ്ലീഹ നടന്നതായ സമയം പല കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ. 4 സുവിശേഷങ്ങളിലായിട്ട് പത്രോസ്ലീഹ ആ കർത്താവിൻ്റെ കൂടെ നടന്ന കാര്യങ്ങളും പത്രോസിനെ വിളിച്ച ആ നാൾ മുതലുള്ളതായ അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളിൽ എവിടെയെങ്കിലും പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വന്തം നാഥനെ തള്ളിപ്പറയുന്ന ഒരനുഭവത്തിലേക്ക് പത്രോസ് വരുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരിക്കലും നമുക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ആത്മീയ ജീവിതത്തിലെ ഒരു പാഠമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതായ ഒരു അപകടമാണ് ഈ കർത്താവിനെ തള്ളിപ്പറയുക എന്നുള്ളത്. ദൈവമക്കളെ, എന്തുകൊണ്ടായിരിക്കും പത്രോസ്ലീഹ ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ അപകടം പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വന്നത്? പത്രോസ്ലീഹയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഇന്ന അപകടം വന്നു എന്ന് പറയാനോ വേണ്ടിയിട്ടല്ല. ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കൂടിയുണ്ട്. ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കുന്നവർ, ഏറ്റവും ഒട്ടി കർത്താവിനോട് കൂടെ നടക്കുന്നവർ, പല അത്ഭുതങ്ങളും ജീവിതത്തിൽ പല പല മാറ്റങ്ങളും വന്നവർ, അവർ ഒരു സമയം വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ തള്ളിപ്പറയുവാൻ, യേശുവിനെ അറിയുന്നില്ല എന്ന് ആണയിട്ട് പറയുവാൻ, സത്യമായി തന്നെ പറയുവാൻ ഇടയുണ്ട് എന്നുള്ളതായ ഒരു ഭയാനകമായ അവസ്ഥയുണ്ട് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാചകം എടുത്ത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പത്രോസ്ലീഹായ്ക്ക് അങ്ങനെ സംഭവിച്ചത്? നമുക്കൊരു വാക്യം 26-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഇത് നാളുകളായിട്ട് പത്രോസ്ലീഹയുടെ ഹൃദയത്തിൽ ഉള്ളതായ ഒരു സ്വഭാവമാണ് എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. എങ്കിലും ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. 26-ാം അധ്യായം 33-ാമത്തെ വാക്യം. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാൾ ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു 11 ശിഷ്യന്മാരിപ്പോൾ അടുത്ത് നിൽക്കുന്നുണ്ട്. യൂദ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി പോയി. അപ്പോൾ കർത്താവ് ഈ 11 ശിഷ്യന്മാരോടുമായിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾ എന്നെ തള്ളിപ്പറയുമെന്നും നിങ്ങൾ എന്നെ വിട്ട് ഓടിപ്പോകുമെന്നും കർത്താവായ യേശു ക്രിസ്തു ഈ 11 ശിഷ്യന്മാർക്കും ഒരുപോലെ മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ കർത്താവ് ആ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറയുന്ന വാക്കാണ് നാം കേട്ടത്. പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. നടക്കാൻ പോകുന്ന കാര്യമാണ് യേശു പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഇന്ന് എങ്കിൽ ഇടറും, നിങ്ങൾ എന്നെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നെ പട്ടാളക്കാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും അയച്ചതായ ചേവകരെല്ലാം വരുമ്പോൾ അവരെന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കാൻ പോകുന്ന കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ആ ഒരു മുന്നറിയിപ്പ് ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, കർത്താവേ, ഇവർ 10 പേര് നിങ്ങൾ ഇടറിപ്പോയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. ദൈവമക്കളെ, എന്താണ് അതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു സകലതും അറിയുന്നു. ഈ ശിഷ്യന്മാരുടെ ഹൃദയം അറിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആളത്വം എന്താണെന്ന് കർത്താവിനറിയാം. നമ്മളെല്ലാം പുറമേ സമർപ്പണങ്ങൾ പറയുന്നവരാണ്. യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ചവരാണ്, അല്ലെങ്കിൽ യേശുവിന് ജീവിതം സമർപ്പിക്കുന്നു എന്ന വാഗൊണ്ട് പറഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ളതായ സ്വഭാവം, നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ഭാവം പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. എന്നാൽ ഇത് മുഴുവനും യേശുവിനറിയാം, ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയം എന്താണെന്ന്. നമുക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ, നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പൈസയുടെ നഷ്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്നുള്ള നമ്മുടെ ഒരു സാഹചര്യം നഷ്ടപ്പെടുന്ന, ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസരം വരുമ്പോൾ നാം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ഹൃദയം അറിയുന്ന യേശുവിനറിയാം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ പത്രോസിനോടും ബാക്കിയുള്ള ശിഷ്യന്മാരോടും മുന്നറിയിപ്പായിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ എങ്കൽ ഇടറിപ്പോകും, നിങ്ങൾ എന്നെ വിട്ട് ഓടിപ്പോകും. ആ സമയത്ത് ഈ ശിഷ്യന്മാരെന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ പത്രോസ്ലീഹ എന്തായിരുന്നു ചെയ്യേണ്ടത്? കർത്താവേ, നീ
എല്ലാം അറിയുന്ന ദൈവമാണ്. നീ സകലതും അറിയുന്ന കർത്താവാണ്. നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങളുടെ ഹൃദയവും നീ അറിയുന്നു. അത് മുഴുവനും ഞങ്ങളുടെ ഈ കാലങ്ങൾ കൊണ്ട് നിന്റെ കൂടെ ഈ 3.5 വർഷക്കാലം നടന്നപ്പോൾ ഞങ്ങൾക്കിതെല്ലാം മനസ്സിലായതാണ്. കർത്താവേ, അങ്ങനെ സംഭവിക്കും. പക്ഷേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിന്റെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന് പറയേണ്ടതിന് പകരം പത്രോസ്ലീഹ എന്ത് പറഞ്ഞു? കർത്താവേ, ഈ നിൽക്കുന്ന 10 ശിഷ്യന്മാർ നിങ്ങൾ ഇടറിപ്പോയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. സദൃശവാക്യങ്ങളിൽ 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, ഭയത്തോടെ ദൈവമക്കൾ, കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന ദൈവമക്കൾ വായിക്കേണ്ടതല്ല പഠിക്കേണ്ടതായ ഒരു വാക്യമാണ്. സദൃശവാക്യങ്ങൾ 16-ന്റെ 18 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നാശത്തിനു മുമ്പേ ഗർവം, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഇത് ദൈവമക്കളായ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ എന്നോട് തന്നെയാണ് ഞാൻ ഈ വാക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. കാരണം എൻ്റെ സ്വഭാവം ഞാൻ അല്പം അറിയുന്നു. ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്, എൻ്റെ ആഗ്രഹം എന്താണെന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് ഭയത്തോടു കൂടി തന്നെയാണ് ഈ വാക്കുകൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, നാശത്തിന് മുമ്പേ ഗർവം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. ആ നിഗള സ്വഭാവം, ആ അഹങ്കാര സ്വഭാവം, അതാണ് പലപ്പോഴും വീഴ്ചകളിലേക്ക് നയിക്കുന്നത്. മനുഷ്യരെ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ വീഴുന്നതിന് കാരണമാക്കി തീർക്കുന്നത് അവരുടെ ഹൃദയത്തിലെ അഹങ്കാരമാണ്, നിഗളമാണ്, താണു കൊടുക്കാനുള്ള മനസ്സില്ലായ്മയാണ്, ഒന്ന് എളിമപ്പെടാനുള്ളതായ മനസ്സില്ലായ്മയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു തെറ്റ് കാണിച്ചു തരുമ്പോൾ അറിയുന്ന ദൈവമക്കൾ, ആത്മീയമായി കർത്താവിനോട് കൂടെ നടക്കുന്ന ദൈവമക്കൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ആത്മാവിൻ്റെ മർമ്മങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ തിരുവചനത്തിൽ നിന്ന് സത്യങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ചിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഗ്രഹിച്ചു തരുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കാതെ എനിക്ക് സാധിക്കും, ഞാൻ നിൽക്കും, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, എനിക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ, കൂട്ടായ്മയുടെ സഹായമില്ലാതെ, ദൈവമക്കളുടെ സഹായമില്ലാതെ എനിക്ക് ആത്മീയ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും, ഞാൻ നിൽക്കും, ഇങ്ങനെയുള്ളതായ ഭാവം ദൈവമക്കളെ അത് വീഴ്ചയ്ക്ക് മുന്നോടിയായി വരുന്നതാണ്. ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ, ഏതെങ്കിലും കൂട്ടായ്മയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ആ കൂട്ടായ്മകളിലേക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, നാം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഭാവമുണ്ടോ? ദൈവമക്കളെ, ഞാനൊരു പൂർണ്ണനായി നിന്നുകൊണ്ടല്ല നിങ്ങളോടിത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ധാരാളം അഹങ്കാര ചിന്തകളും നിഗളത്തിൻ്റെ ഭാവങ്ങളും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓരോ സമയങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാർ വ്യക്തമായ മുന്നറിയിപ്പുകളും ചില സമയങ്ങളിൽ ശാസനയും തരുന്നത് ഞാൻ ഈ നാളുകളിലും അനുഭവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, കർത്താവേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. പലതും അറിയാമെന്നുള്ള ഒരു ഭാവം എന്നിലുണ്ട്, പക്ഷേ വാസ്തവത്തിൽ ഒന്നും എനിക്കറിയാൻ പാടില്ല എന്ന് ഈ തിരുവചനം ഓരോ ദിവസവും വായിക്കും തോറും, ഗ്രഹിക്കും തോറും, ആത്മീയത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി വരും തോറും എനിക്ക് പിടികിട്ടുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയ്ക്ക് മുമ്പ്, യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് വരുന്ന ഒരു പാപമാണ് സ്വയം അഥവാ നിഗളം അഥവാ അഹങ്കാരം എന്ന് പറയുന്നത്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ഭാര്യ, അല്ല നമ്മുടെ സ്വന്തം ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രായമായ മാതാപിതാക്കന്മാർ, ഞാൻ മക്കളെന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം മക്കൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണല്ലോ. നമ്മൾ വളർത്തുന്നതാണ് നമ്മുടെ മക്കൾ. പക്ഷെ അവർ പോലും നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ, അപ്പൻ്റെ ജീവിതത്തിൽ ഇന്ന കുറവുണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ അത് നമുക്കൊന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ദൈവമക്കളെ, അത് മഹാഭാഗ്യമാണ്. അതാണ് എളിമയുടെ ലക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, ഇന്ന ഭാവമുണ്ട് നിങ്ങൾക്ക്, ഇന്ന ഭാവത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണെന്നൊന്ന് അംഗീകരിക്കാൻ അത് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ, അത് അവർക്ക് അനുഭവം ആയതുകൊണ്ടല്ലേ ഒരുപക്ഷെ അവർ നമ്മളോട് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വചന ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കാം, സാക്ഷ്യം പറയുമ്പോഴായിരിക്കാം, കർത്താവിൻ്റെ വേലയുമായി ഓടി ഓടി നടക്കുമ്പോഴായിരിക്കാം, വീടുകൾ കയറി ഇറങ്ങുമ്പോഴായിരിക്കാം, കർത്താവിൻ്റെ വേലയോട് ഏതെങ്കിലും രീതിയിൽ നാം സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കാം, നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം കാണുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് തോന്നിയാൽ, അത് നമുക്കൊന്ന് സൂചനയായി തന്നാൽ ദൈവമക്കളെ, അതൊന്ന് അംഗീകരിക്കാൻ ഒരു ഭാവം കിട്ടിയാൽ, അങ്ങനെ ഒരു ക്ഷമ നമുക്ക് കിട്ടിയാൽ, അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് കിട്ടിയാൽ അത് മഹാഭാഗ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്ന്, ദൈവമക്കളെ, ഒരു അഹങ്കാര സ്വഭാവം, ഒരു സ്വയം, എനിക്ക് സാധിക്കും, മറ്റാർക്കും സാധിച്ചില്ലെങ്കിലും എനിക്ക് സാധിക്കും,
മറ്റാരും കർത്താവെ നിന്നെ വിട്ട് ഓടിപ്പോയാലും ഞാൻ ഓടിപ്പോവുകയില്ല. കർത്താവിൻ്റെ മുന്നറിയിപ്പൊന്നും അവിടെ വിലപ്പോയില്ല. രണ്ടാമത് എന്താണ് പത്രോസ് ലീഹായ്ക്ക് സംഭവിച്ചത്, ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, പത്രോസ് ലീഹായുടെ പേര് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കണ്ടെത്തേണ്ടതായ കാര്യങ്ങളാണ്. വായിക്കാം. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 34-35 വാക്യങ്ങൾ. അവിടെ പത്രോസ് ലീഹായുടെ വായിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കവിടെ ശ്രദ്ധിക്കാം. യേശു അവരോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസ് ലീഹ ആദ്യം പറഞ്ഞു, കർത്താവേ, ഇവരെല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്നെ വിട്ടു പോയാലും ഞാൻ ഒരു നാളും പോവുകയില്ല. അപ്പോൾ കർത്താവ് പത്രോസ് ലീഹായുടെ നേരെ തിരിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള 12 ശിഷ്യന്മാരോടല്ല, പത്രോസ് ലീഹായോടാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. വായിക്കുന്നത് എങ്ങനെയാണല്ലോ, യേശു അവനോട്, പത്രോസ് ലീഹായോട് നേരിട്ട് പറയുകയാണ്, മോനെ, നീ പറഞ്ഞില്ലേ ഞാൻ ഒരു നാൾ ഓടിപ്പോവുകയില്ല എന്ന്, യേശുവിനെ ഉപേക്ഷിക്കില്ല എന്ന്, കർത്താവിൻ്റെ നാഥനെ ഉപേക്ഷിക്കില്ല എന്ന്. ഇവരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ലെന്നല്ലേ പറഞ്ഞത്. പക്ഷെ നീ കേട്ടോ, ഇന്ന് നാം വായിച്ചത് എന്താ? ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. 1 വട്ടമല്ല, 3 വട്ടം. മറ്റുള്ളവരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞ് ഓടും, മറ്റുള്ളവരെല്ലാം എന്നെ വിട്ട് ഓടിപ്പോകും. പക്ഷെ നിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ പോകുന്നതോ, നീ എന്നെ തള്ളിപ്പറയുക കൂടി ചെയ്യും. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നിന്നെ അറിയുന്നില്ല, ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറയാനും പോവുകയാണ് മോനെ, നീ സൂക്ഷിക്കണം. അപ്പോൾ ഈ പത്രോസ് ലീഹ കൊടുക്കുന്ന മറുപടി അതാണ് ഗൗരവമുള്ളത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. കേട്ടോ, പത്രോസ് ലീഹ പറയാണ്, കർത്താവേ, നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. കർത്താവ് എന്നാ പറഞ്ഞത്? ഇന്ന് നേരം വെളുക്കുമ്പോൾ കോഴി കൂകുന്നതിന് മുമ്പ്, വെളുപ്പാങ്കാലത്ത് കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. പത്രോസ് എന്താ പറയുന്നത്? കർത്താവേ, മരിക്കേണ്ടി വന്നാലും, യേശുവിനോട് കൂടെ മരിക്കേണ്ടി വന്നാലും, യേശു ക്രൂശിക്കപ്പെടുമെന്നുള്ളതൊക്കെ പഴയ നിയമത്തിലുള്ളതാണ്. അത് കർത്താവ് മുന്നറിയിപ്പ് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ കർത്താവ് കൊല്ലപ്പെടുമ്പോൾ കർത്താവിനോട് കൂടെ മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ മരിക്കേണ്ടി വന്നാലും കർത്താവേ, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? കർത്താവ് കൊടുക്കുന്ന മുന്നറിയിപ്പുകൾക്ക് ഒരു വിലയും അവിടെ കൊടുക്കുന്നില്ല. കർത്താവ് പത്രോസ് ലീഹായുടെ ഹൃദയം അറിഞ്ഞിട്ടാണ് പറയുന്നത്, ഹൃദയം വായിച്ചിട്ടാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. പക്ഷേ പത്രോസ് ലീഹ അതൊന്നും അംഗീകരിക്കുന്നില്ല. ആ മുന്നറിയിപ്പിൽ നിന്നും ഒരു വിലയും പത്രോസ് ലീഹ അവിടെ കൊടുക്കുന്നില്ല. ദൈവമക്കളെ, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ, ചില മുന്നറിയിപ്പുകൾ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമക്കൾ നമുക്ക് നൽകുമ്പോൾ, ഈ തിരുവചനത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. ദൈവമക്കളെ, ആ മുന്നറിയിപ്പുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയില്ല എങ്കിൽ, അത് ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് തക്കവണ്ണം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയില്ല എങ്കിൽ അപകടത്തിലേക്ക് ജീവിതം പോകും. പത്രോസ് ലീഹ പറയുന്നത് എന്താണ്? ഈ നിൽക്കുന്ന 10 പേര് നിന്നെ തള്ളിപ്പറഞ്ഞാലും, നീ എന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ പോവില്ല. ബാക്കി 10 പേര് പോകുമായിരിക്കും, ബാക്കി 10 പേര് നിന്നെ തള്ളിപ്പറയുമായിരിക്കും, പക്ഷെ ഞാനൊരാൾ മരിക്കേണ്ടി വന്നാലും ചെയ്യില്ല. എത്ര ധൈര്യത്തോടെയാണ് പറയുന്നത് ദൈവമക്കളെ! പക്ഷേ വല്ല വിലയുണ്ടായോ? നാം ആദ്യം വായിച്ച 74-ാം വാക്യത്തിൽ എന്താ കണ്ടത്? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറയുവാനും ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. കേവലം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, ഒരു ബാല്യക്കാരത്തിൻ്റെ മുമ്പിൽ പോലും ഭയത്തോടെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. മുന്നറിയിപ്പുകൾ യാതൊരു വിലയുമില്ലാതെ തള്ളിക്കളഞ്ഞു. യേശുവിന് എന്തറിയാം അല്ലേ? യേശുവിന് എന്തറിയാം? ഇതാണ് ആ സമയത്തെ ഭാവം. യേശു പറയുന്നത് പോലെ ഒന്നുമല്ല നടക്കാൻ പോകുന്നത്, ഞാൻ പറയുന്നത് പോലെയാണ് നടക്കാൻ പോകുന്നത്. ദൈവമക്കളെ, ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ഇങ്ങനെയല്ലെങ്കിൽ ഇതിനോട് സമാനമായ പല ചിന്തകളുമില്ലേ? എനിക്ക് വചന ശുശ്രൂഷയുടെ ആവശ്യമില്ല, എനിക്ക് ഈ വചനത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് സ്വയമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും, എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴിയൊക്കെ അറിയാം. ഇതല്ലേ ഇന്ന് പലരുടെയും ഹൃദയത്തിലുള്ളതായ ഭാവം? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമ്മളൊന്ന് ചിന്തിക്കണം ദൈവമക്കളെ. നാം ഇങ്ങനെ ചേർന്ന് നടക്കുമ്പോഴും, ക്രിസ്തുവിനോട് കൂടെയാണ് എന്നുള്ള ആ ഭാവത്തിൽ നടക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയാറുണ്ടോ?
ഇത് വായിച്ചപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വെളിച്ചം വീശി. കാരണം ഞാൻ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ഒരു സമർപ്പണത്തിനുള്ളതായ ആഹ്വാനം തരുമ്പോൾ, ഞാനും പലവട്ടം എത്രയോ വട്ടം എത്രയോ വർഷമായി കൈകൾ തന്നെ ഉയർത്തിക്കൊണ്ട് യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം, ഇന്ന് ഇതെല്ലാം വായിക്കുമ്പോൾ, ഇതെല്ലാം പഠിക്കുമ്പോൾ എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്, ഇങ്ങനെ ഞാൻ പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതല്ല. എൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ സ്വയമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ മുന്നറിയിപ്പിനെ അവഗണിക്കുന്നൊരു സ്വഭാവമുണ്ട്. എളിമയുടേതല്ലാത്ത ഒരു ഭാവം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പരമസത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ അപകടം വരാൻ ഇടവരരുത്. ഈ അപകടത്തിലേക്ക് നാം ആരും പോകാൻ ഇടവരരുത്. 35-ാം വാക്യത്തിൽ നാം വായിച്ചത് ഇപ്രകാരമാണ്: നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, ഇത് പറയുന്നത് വാസ്തവത്തിൽ ഹൃദയത്തിൽ നിന്നാണോ? ഇത് ഹൃദയത്തിൽ നിന്നാണോ വന്നത്? അല്ല. ഹൃദയത്തിൽ നിന്നാണ് എങ്കിൽ യേശുവിനെ തള്ളി പറയുകയില്ലായിരുന്നു. ഇത് ഹൃദയത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ചിന്തയിൽ നിന്ന് പെട്ടെന്ന് ആവേശത്തിൽ വന്നു പോകുന്നതായ ഒരു സമർപ്പണം, ഒരു ഭോഷ്കായ തീരുമാനമാണ് ആ പറഞ്ഞത്. ഒരു ഭോഷ്കാണ് കർത്താവിൻ്റെ മുമ്പിൽ അപ്പോൾ വിളിച്ചു പറഞ്ഞത്. ദൈവമക്കളെ, ഇത് അപകടമാണ്. നമ്മുടെ വായിൽ നിന്ന് ഭോഷ്കായിട്ടുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ടോ? പലപ്പോഴും പല തീരുമാനങ്ങൾ എടുത്തിട്ട് ഇന്ന പാപം ഇനി എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന്, കർത്താവെ ഞാൻ ഇനി മുതൽ യേശുവിനോട് കൂടെ നടക്കുമെന്ന് തീരുമാനമെടുത്തിട്ട് പലപ്പോഴും പിന്മാറിപ്പോയിട്ടില്ലേ? ഈ നാളുകളിൽ കാണുന്ന ചില കാഴ്ചകളുണ്ട്. ദൈവമക്കളെ, പലരുടെയും സമർപ്പണം കണ്ടീഷൻഡാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പലരും തീരുമാനം പറയുന്നത് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. യേശുവിനോട് സമർപ്പണം പറയുമ്പോൾ നിബന്ധനയൊന്നും പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ ആദ്യമെടുത്ത തീരുമാനം, സമർപ്പണം ഒരു നിബന്ധനയിലെ പിൻബലത്തിലായിരുന്നു എന്ന് തെളിയും. ചില ആളുകളുണ്ട്, കർത്താവെ ഞാൻ ജീവിതത്തിൻ്റെ അവസാനം വരെ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനമെടുക്കും. പക്ഷേ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, ചേർന്ന് നിൽക്കുന്ന ചില കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവമക്കളുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു കാര്യം വരുമ്പോൾ അവരുടെ തീരുമാനം മാറിപ്പോയി. അവർ മാറിപ്പോകുന്നു, അവർ വിട്ടുപോകുന്നു, കൂട്ടായ്മ വിട്ടുപോകുന്നു. അപ്പോൾ അവരുടെ തീരുമാനം എങ്ങനെയായിരുന്നു? വചനം പറയുന്ന ദേവദാസൻ, വചനം തന്ന ദേവദാസൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞാൻ യേശുവിൻ്റെ കൂടെ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് നടക്കുന്നാൽ, ഇന്ന സ്ഥലത്ത് കൂടി വരുന്നു, അവിടെ കൂടി വന്നാൽ ഞാൻ യേശുവിനോട് കൂടെ. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിപ്പോയില്ലേ? ദൈവമക്കളെ, യേശു മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ സമർപ്പണം യേശുവിനോട് മാത്രമായിരിക്കണം. കാരണം ദൈവമക്കളൊക്കെയും മാറിപ്പോകും. എത്ര ഉന്നതമായ ആത്മാവിൻ്റെ ശക്തിയോടെ വചനം പറഞ്ഞ ദൈവമക്കളാണെങ്കിലും, പറയുന്ന ദൈവമക്കളാണെങ്കിലും, അവരും ഈ ഭൂമി വിട്ട് കടന്നു പോകും. മാറാത്തവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. മാറാത്തവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒരിക്കലും തളരാത്തവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്നവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ സമർപ്പണം യേശുവിനോടായിരിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ യേശുവിനോടായിരിക്കണം. മനുഷ്യരെ നോക്കിക്കൊണ്ടായിരിക്കരുത്, ദൈവമക്കളെ ആരെയും നോക്കിക്കൊണ്ടായിരിക്കരുത്, കൂട്ടായ്മയെ നോക്കിക്കൊണ്ടായിരിക്കരുത്, കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കളെ കണ്ടുകൊണ്ടോ മനുഷ്യരെ കണ്ടുകൊണ്ടോ ആയിരിക്കരുത്. നമ്മുടെ തീരുമാനം യേശുവിനോട് മാത്രമായിരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 40-ാം വാക്യം: പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, സംഭവം മുമ്പോട്ട് പോയി. കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കാനായി ചേവകരും പട്ടാളക്കാരും വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ആ മലയിലേക്ക് കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം. ആ തോട്ടത്തിൽ ചെന്ന് കർത്താവായ യേശുക്രിസ്തു 3 ശിഷ്യന്മാരെ, ആദ്യം പറഞ്ഞതുപോലെ ആ ചേർത്ത് നിർത്തുന്ന 3 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരെ കുറച്ചുകൂടി മുമ്പോട്ട് അവരുടെ ഒപ്പം നടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. മറ്റേ ശിഷ്യന്മാരെ കുറച്ച് പുറകിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ 3 പേരും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാനൊരല്പം മുമ്പോട്ട് ചെന്നിട്ട് എൻ്റെ ഹൃദയം പകർന്ന് ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ അവിടെ ആക്കിയേച്ച് അല്പം മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ് പ്രാർത്ഥിച്ച ശേഷം മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ 3 പേരും കിടന്നുറങ്ങുകയാണ്. പക്ഷേ അവർ 3 പേരും ഉറങ്ങുമ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാക്കോബിനോടും യോഹന്നാനോടുമായിട്ടല്ല ചോദിച്ചത് 3 പേരോടായിട്ടായിരിക്കാം. പക്ഷെ അവിടെ നാം വായിക്കുന്നത്, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. ആ 3 പേരും ഉറങ്ങുന്നത് കണ്ടു. കർത്താവ് പറയുന്നു, പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ
നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പത്രോസിനോടാണ് ചോദിക്കുന്നത്. പത്രോസേ, നിങ്ങൾക്ക് ഒരു നാഴിക പോലും എൻ്റെ ഒപ്പം ഒന്ന് ഉണർന്നിരിക്കാൻ, എൻ്റെ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, എൻ്റെ ഈ വേദനയുടെ ഘട്ടത്തിൽ ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? ദൈവമക്കളെ, ഒരു പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് കർത്താവിന് വേണ്ടിയിട്ടാണോ അതോ അവർക്ക് തന്നെ വേണ്ടിയിട്ടാണോ? ഞാൻ ചിന്തിക്കുന്നത് പത്രോസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് പത്രോസിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തു. ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ്, കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന്. മോനെ, നീ എന്നെ തള്ളിപ്പറയും. അതുകൊണ്ട് നിനക്ക് ഞാൻ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. അത് സംഭവിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം. നീ നന്നായി ദൈവസന്നിധിയിൽ നിന്നെ തന്നെ പകരണം. നിന്റെ ആ അഹങ്കാരവും നികളവും ഒക്കെ ഒന്ന് താഴെ വെക്കണം എന്നായിരിക്കാം ഒരു പക്ഷേ പറഞ്ഞത്. എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ പത്രോസ് ഉറങ്ങിപ്പോയി. എന്താ സംഭവിച്ചത്? ദൈവമക്കളെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. കാരണം ഈ തന്ന മുന്നറിയിപ്പൊന്നൊരു വിഷയമല്ല, വചനം ഒരു വിഷയമല്ല, കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഉറങ്ങിപ്പോയത്. അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഉറങ്ങാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആത്മാർത്ഥതയുള്ള യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ദൈവമക്കളെ, പത്രോസ്ലീഹ ഉറങ്ങിപ്പോയി. ആ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. കർത്താവ് ചോദിച്ചു, ഒരു നാഴികയെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന്. ദൈവമക്കളെ, ചില മുന്നറിയിപ്പുകൾ, ജീവിതത്തിൽ ചില കുറവുകളുണ്ട് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി ബോധ്യം കിട്ടിയ ശേഷം ആ പാപത്തെക്കുറിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ച് ഉപവാസത്തോടു കൂടി ആ പാപത്തോട് യാത്ര പറയേണ്ടതിന് പകരം കിടന്നുറങ്ങുന്നു, അലസരായിരിക്കുന്നു, അലസരായി ജീവിക്കുന്നു. ഇതല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവമക്കളെ, ഒരവസാനം ഇല്ലേ? ഒരു മരണമില്ലേ? ഇപ്പോൾ ഒരു ദിവസം, ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടി. നാളെ നമ്മളത് തിരുത്തുന്നില്ല എങ്കിൽ, നമ്മൾ അലസരായി അതിന് ഗൗരവം കൊടുക്കാതെ, വില കൊടുക്കാതെ നമ്മൾ അതിനെ തള്ളിക്കളയുന്നെങ്കിൽ നാളെ ആ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യം തരണമെന്നില്ല. ദൈവമക്കളെ, അത് നഷ്ടമല്ലേ? അത് നമ്മുടെ പേരിൽ ആ സ്മരണയുടെ പുസ്തകത്തിൽ കിടക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നെല്ലാം ദൈവം പാപബോധം തരുന്നുവോ, ഇന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ കൃത്യമായി ആ സമയത്ത് തന്നെ കർത്താവിനോട് തീരുമാനം പറഞ്ഞ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിൽ ജാഗരിച്ച് നിലവിളിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തോട് യാത്ര പറയണ്ടേ? ആ പാപത്തെ ഉപേക്ഷിക്കണ്ടേ? അതിന് പകരം കിടന്നുറങ്ങുന്നു. നമ്മളിലുമില്ലേ ഈ സ്വഭാവം? നമ്മുടെ ജീവിതത്തിലില്ലേ ദൈവമക്കളെ? വെറുതെയല്ല ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും പത്രോസ്ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞതും ഉപേക്ഷിച്ച് കളഞ്ഞതും. ദൈവമക്കളെ, ഇനിയും പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ തെറ്റുപറ്റിയെങ്കിലും, ഇതെല്ലാം പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വന്നെങ്കിലും, കേവലം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും യേശുവിനെ തള്ളിപ്പറയുകയും പ്രാകുകയും ചെയ്തുവെങ്കിലും ദൈവത്തിന് സ്തോത്രം, യേശു തള്ളിക്കളയൂ? ദൈവമക്കളെ, ഈ പത്രോസ്ലീഹായ്ക്ക് മനസ്സിലായി തനിക്ക് തെറ്റുപറ്റിയെന്ന്. പത്രോസ്ലീഹായ്ക്ക് പാപം വന്നു എന്ന്, തൻ്റെ ജീവിതത്തിൽ വലിയ കെടുതി വന്നു എന്ന് മനസ്സിലായപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ കോഴി കൂകുന്നത് കേട്ടു. അപ്പോൾ പാപബോധം വന്നു, പുറത്തിറങ്ങി കണ്ണുനീരോടെ കരഞ്ഞു. ദൈവമക്കളെ, അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ പത്രോസിൻ്റെ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവം കണ്ടു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരയുന്ന പത്രോസ്ലീഹായെ കർത്താവായ യേശു ക്രിസ്തു കണ്ടു, ആത്മാവിൽ കണ്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ്ലീഹായുടെ അടുക്കിലേക്ക് വന്നു. അതാണ് നമുക്ക് യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്, ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്, ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. എന്തെല്ലാം തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ദൈവമക്കളെ, ആത്മാർത്ഥമായി അത് ഏറ്റുപറയുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തു ക്ഷമിച്ച് തരിക തന്നെ ചെയ്യും, നമ്മെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. നമ്മെ അവൻ വിളിച്ചത് സ്വർഗത്തിലെത്തിക്കാനാണ്. അവൻ നമ്മളെ സ്വർഗത്തിലെത്തിക്കുക തന്നെ ചെയ്യും. നാം ഒന്ന് മനസ്സ് വെക്കുന്നെങ്കിൽ, ദൈവമക്കളെ, തെറ്റുപറ്റിപ്പോയി എങ്കിൽ, എന്തെല്ലാം തെറ്റുപറ്റിയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി നാം ഏറ്റുപറയുന്നെങ്കിൽ, കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയി, വരാൻ പാടില്ലാത്തത് വന്നുപോയി, നിന്നെ തള്ളിക്കളഞ്ഞുപോയി, വചനത്തിന് ഞാൻ വില കൊടുക്കാതെ പോയി, ഞാൻ കർത്താവെ അഹങ്കാരിയായി ജീവിച്ചുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ട്. കർത്താവ് ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തള്ളിക്കളഞ്ഞതാണ് പത്രോസ്, തള്ളിപ്പറഞ്ഞതാണ് പത്രോസ്. പക്ഷേ ഇപ്പോൾ പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, മോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നീ ഇവരിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വീണ്ടും കർത്താവ് 16-ാം വാക്യത്തിൽ ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നില്ല, ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. മൂന്നാമതും കർത്താവ് 17-ാം വാക്യത്തിൽ ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തെറ്റുപറ്റിപ്പോയ പത്രോസ്ലിഹായെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു. ദൈവമക്കളെ, എന്നാൽ നമുക്കറിയാം എല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതുപോലെ തന്നെ തെറ്റിപ്പോയതാണ് യൂദ. തെറ്റിപ്പോയ യൂദയെ യഥാസ്ഥാനപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം യൂദ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നില്ല. അവനിൽ പിശാച് കയറി, അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. എന്നാൽ പത്രോസോ തെറ്റുപറ്റി എന്നറിഞ്ഞപ്പോൾ അനുതാപത്തോടുകൂടി യേശുവിന് വേണ്ടി കാത്തിരുന്നു. യേശു അവൻ്റെ അടുക്കിലേക്ക് വന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ എന്തെല്ലാം തെറ്റുപറ്റിപ്പോയെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി, കർത്താവേ എനിക്ക് തെറ്റുപറ്റി കർത്താവേ എന്ന് പറഞ്ഞാൽ, ദൈവമക്കളെ, അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത ഒരു പാപവുമില്ല. നമ്മളൊന്ന് മനസ്സ് വയ്ക്കുന്നെങ്കിൽ, നമ്മളൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം, എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയി കർത്താവേ, ഞാൻ നിന്നെ തള്ളി പറഞ്ഞുപോയി കർത്താവേ, ഞാൻ വചനം ഗൗരവത്തോടെ സ്വീകരിച്ചില്ല കർത്താവേ എന്ന് നാം ഒന്ന് ആത്മാർത്ഥമായി പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. സമാധാനത്തോടെ നമുക്ക് കടന്നു പോകാം. അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ച വചനം ഞങ്ങൾക്ക് നീ തന്നതായ മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തോടെ വന്നുപോയ തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിടണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഉടയവരായ ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. എല്ലാ മടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.